രാജാവായിരുന്ന വിശ്വാമിത്രൻ എങ്ങനെയാണ് മഹർഷിയായി മാറിയത്? ചന്ദ്രവംശത്തിലെ രാജാവായിരുന്ന കുശനാഭൻ്റെ പൗത്രനും ഘാതിയുടെ പുത്രനും ആയിട്ടായിരുന്നു വിശ്വാമിത്രൻ ജനിച്ചത്. വിശ്വാമിത്രൻ്റെ സഹോദരിയായ സത്യവതിയെ റജീകൻ വിവാഹം കഴിച്ചവർക്കുണ്ടായിരുന്ന പുത്രനായിരുന്നു പരശുരാമൻ്റെ പിതാവായ ജമദഗ്നി മുനി. ഈ കുശനാഭൻ്റെ പിതാവ് കുശികനായിരുന്നതിനാൽ വിശ്വാമിത്രന് കൗശികൻ എന്നൊരു പേര് കൂടിയുണ്ട്. വിശ്വാമിത്രൻ മഹോദയപുരത്തിലെ രാജാവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം സൈന്യങ്ങളോട് കൂടിയിട്ട് നായാട്ടിന് പോയപ്പോൾ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വസിഷ്ഠമുനി കാമധേനുവിൻ്റെ സഹായത്താൽ വിശ്വാമിത്ര രാജാവിനെയും പരിവാരങ്ങളെയും വളരെ ഗംഭീരമായിട്ട് തന്നെ സൽക്കരിക്കേണ്ടായി. കാമധേനുവിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ വിശ്വാമിത്രൻ വസിഷ്ഠമുനിയോട് അതിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വസിഷ്ഠമുനി വഴിപ്പെട്ടില്ല. വിശ്വാമിത്രനും സൈന്യവും വസിഷ്ഠനുമായിട്ട് യുദ്ധം ആരംഭിച്ചു. കുപിതയായ കാമധേനുവിൻ്റെ അംഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച അനേകം ആയുധധാരികൾ സൈന്യാംഗങ്ങൾ വിശ്വാമിത്രനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തി. അങ്ങനെ ലജ്ജിതനായ വിശ്വാമിത്രൻ തിരികെ പോയി. വസിഷ്ഠനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അദ്ദേഹം പിന്നീട് സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് അനേകം ദിവ്യായുധങ്ങൾ സമ്പാദിച്ചിട്ട് അവയുമായിട്ട് വീണ്ടും എന്തു ചെയ്തു? വസിഷ്ഠമുനിയുമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. തൻ്റെ എല്ലാ ദിവ്യായുധങ്ങളും വസിഷ്ഠമുനിയുടെ ബ്രഹ്മദണ്ഡിന് മുൻപിൽ നിഷ്പ്രഭമായിട്ട് പോയതു കണ്ട വിശ്വാമിത്രൻ അടുത്തതായിട്ട് ബ്രാഹ്മണത്വം സമ്പാദിച്ചിട്ട് ബ്രഹ്മർഷിയായി തീരുകയാണ് തൻ്റെ പരമമായ ലക്ഷ്യമെന്ന് തീരുമാനിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ ഭാരം ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് തപസ്സിനായിട്ട് അദ്ദേഹം പുറപ്പെട്ടു. പട്ടമഹിഷിയോട് കൂടിയിട്ട് ദക്ഷിണ ദിക്കിലേക്ക് പോയി അദ്ദേഹം ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട്, അതായത് പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അതികഠിനമായ തപസ് അനുഷ്ഠിക്കേണ്ടായി. അങ്ങനെ 1000 സംവത്സരക്കാലം തപസ് അനുഷ്ഠിച്ചപ്പോൾ ലോകപിതാമഹനായ സാക്ഷാൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും വിശ്വാമിത്രനോട് അദ്ദേഹം രാജർഷി എന്ന പദവിക്ക് അർഹനായി എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അത് കേട്ടിട്ടും വിശ്വാമിത്രന് ഒട്ടും തന്നെ തൃപ്തിയുണ്ടായില്ല. അത്രയധികം കാലത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് താൻ രാജർഷി പദവിയാൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നറിഞ്ഞ് അദ്ദേഹം ലജ്ജിച്ച് തലകുനിക്കുകയും ഒപ്പം തന്നെ ദേവന്മാരെ വിമർശിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹം എന്തു ചെയ്തു? വീണ്ടും തൻ്റെ തപസ് ആരംഭിച്ചു. ആ അവസരത്തിലാണ് ത്രിശങ്കു കാരണമായിട്ട് വിശ്വാമിത്ര രാജാവിൻ്റെ തപസ്സിന് ഭംഗം സംഭവിച്ചത്. സ്വശരീരത്തോടു കൂടിയിട്ട് സ്വർഗം പ്രാപിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഇംഗിതം അസാധ്യമാണെന്ന് വസിഷ്ഠമുനിയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പറയേണ്ടായി. വസിഷ്ഠപുത്രന്മാർ അദ്ദേഹത്തെ ശപിച്ച് ചണ്ഡാലനാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തൻ്റെ ആവശ്യവുമായിട്ട് സമീപിച്ചത് വിശ്വാമിത്രനെ ആയിരുന്നു. തനിക്ക് വസിഷ്ഠമുനിയിൽ നിന്നും വസിഷ്ഠപുത്രന്മാരിൽ നിന്നും ലഭിച്ച ആ ശാപങ്ങളെ പറ്റിയുള്ള വൃത്താന്തങ്ങളും തൻ്റെ ആഗ്രഹവും പറഞ്ഞ ഈ ത്രിശങ്കുവിനെ വിശ്വാമിത്രൻ എന്തു ചെയ്തു? ശാന്തവാക്കുകൾ ഓതിയിട്ട് സമാധാനിപ്പിക്കേണ്ടായി. എന്നിട്ട് ശാപം മൂലം ലഭിച്ച അദ്ദേഹത്തിൻ്റെ, അതായത് ത്രിശങ്കുവിൻ്റെ ആ ചണ്ഡാല വേഷമുണ്ടല്ലോ, ആ വേഷത്താൽ തന്നെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് വിശ്വാമിത്രൻ ത്രിശങ്കുവിന് വാക്കുകൊടുത്തു. അനന്തരം അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ പുത്രന്മാരെ വിളിച്ചിട്ട് യജ്ഞം നടത്തുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അനേകം ദിക്കുകളിൽ നിന്നുള്ള മഹർഷിമാരെ എല്ലാം വരുത്തി തൻ്റെ നിർദ്ദേശത്തെ ധിക്കരിച്ചവരെ എല്ലാം വിശ്വാമിത്രൻ ശപിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാമിത്രൻ്റെ നിർദ്ദേശാനുസരണം ചെന്നെത്തിയ മഹർഷിമാരോട് ഇക്ഷ്വാകു കുലജാതനും ധർമ്മിഷ്ഠനുമായ ത്രിശങ്കുവിനെ സ്വദേഹത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യിക്കുവാൻ തക്കതായ ശക്തമായ യജ്ഞം ചെയ്യുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. വിശ്വാമിത്രൻ മഹാകോപശാലിയാണെന്നും അദ്ദേഹത്തെ അനുസരിക്കാതിരുന്നാൽ നാശമായിരിക്കും ഫലം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും യജ്ഞം ചെയ്യുവാൻ ആരംഭിച്ചു. ഋത്വിക്കുകൾ യഥാവിധി യജ്ഞം അനുഷ്ഠിച്ചിട്ടും ആ ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ, അതായത് ഈ യജ്ഞത്തിൻ്റെ ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ ദേവന്മാർ എത്തിച്ചേരാതിരുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന വിശ്വാമിത്രൻ എന്തു പറഞ്ഞു? രാജശ്രേഷ്ഠനായ ത്രിശങ്കു,
എൻ്റെ തപോബലം കണ്ടാലും ഞാൻ ഭവാനെ സ്വശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ ചെയ്ത തപസ്സുകൊണ്ട് വല്ല ഫലവും ആർജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാജാവ് സ്വശരീരത്തോടു കൂടിയിട്ട് സ്വർഗലോകത്തിലേക്ക് പോവട്ടെ. അങ്ങനെ വിശ്വാമിത്രൻ അത്രയും പറയുമ്പോഴേക്കും ത്രിശങ്കു സ്വർഗത്തിലേക്ക് ഉയരുവാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട ദേവേന്ദ്രൻ ദേവന്മാരോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഗുരുവിനാൽ ശബ്ദനും മൂഢനുമായ ത്രിശങ്കോ, നിനക്ക് സ്വർഗത്തിൽ ഇടമില്ല. അതിനാൽ നീ തല കീഴായിട്ട് ഭൂമിയിൽ തന്നെ ചെന്നു പതിക്കട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയ ത്രിശങ്കു രക്ഷിക്കണമേ എന്നിങ്ങനെ വിശ്വാമിത്രനെ വിളിച്ചുകൊണ്ട് നിലവിളിച്ചു. ഇത് കേട്ട വിശ്വാമിത്രൻ ത്രിശങ്കുവിനോട് നിൽക്കൂ എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ത്രിശങ്കുവിൻ്റെ മേൽപോട്ടുള്ള ഗതിയും വിശ്വാമിത്രൻ കീഴ്പോട്ടുള്ള ഗതിയും രോധനം ചെയ്തപ്പോൾ, അതായത് നിർത്തിയപ്പോൾ, ത്രിശങ്കു മേൽപോട്ടും കീഴ്പോട്ടും പോകാതെ അവിടെ തന്നെ നിന്നുപോയി. ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയില്ലേ ചില സമയങ്ങളിൽ ത്രിശങ്കു സ്വർഗത്തിൽ എന്നുള്ള വാക്ക്, അങ്ങനെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. മുകളിലോട്ടും പോവാൻ പറ്റില്ല, താഴോട്ടും വരാൻ പറ്റില്ല. അങ്ങനെ ഒരു വിധത്തിൽ നിൽക്കുന്ന ആ ഒരു നിൽപ്പിനെയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാമിത്ര മുനി ഇത് കണ്ടിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ത്രിശങ്കുവിന് വേണ്ടിയിട്ട് ഒരു സ്വർഗം തന്നെ സൃഷ്ടിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വേറൊരു സപ്തർഷിഗണത്തെയും നക്ഷത്ര സമൂഹത്തെയും സൃഷ്ടിച്ചു. ദേവന്മാരെയും വേറൊരു ഇന്ദ്രനെയും കൂടി സൃഷ്ടിക്കുവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ മഹർഷിമാരും ദേവദാനവന്മാരും എല്ലാവരും ചേർന്ന് വിശ്വാമിത്രനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. ഗുരുശാപത്തിന് പാത്രീഭൂതനായ ത്രിശങ്കു സ്വർഗപ്രാപ്തിക്ക് അർഹനല്ല എന്ന് പറഞ്ഞവർ വിശ്വാമിത്രനെ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും തൻ്റെ വാക്ക് അസത്യമാകാൻ പാടില്ല എന്നുമായിരുന്നു വിശ്വാമിത്രൻ്റെ മറുപടി. അതിനാൽ താൻ സൃഷ്ടിച്ച നക്ഷത്ര സമൂഹവും എല്ലാം തന്നെ ലോകാവസാനം വരെ സ്ഥിതി ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും അതങ്ങനെ ആവട്ടെ എന്ന് തന്നെ സമ്മതിച്ചു. തലകീഴായി തന്നെ ത്രിശങ്കുവും അവിടെ എന്നെന്നും നിലനിൽക്കട്ടെ എന്നും അവർ മഹർഷിമാരോട് പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം വിശ്വാമിത്രൻ എന്തു ചെയ്തു? താൻ ദക്ഷിണ ദിക്കിലേക്ക് പോയിട്ട് തപസ് ആരംഭിച്ചിട്ട് വിഘ്നം സംഭവിക്കാൽ പശ്ചിമ ദിക്കിലുള്ള പുഷ്കരം എന്ന സ്ഥലത്ത് ചെന്നിട്ട് തപസ് അനുഷ്ഠിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്രകാരം തന്നെ അവിടെ ചെന്ന് ഇതേപോലെ ഈ ഫലങ്ങൾ മാത്രം, പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അയോധ്യാധിപതിയായിരുന്ന അംബരീഷൻ ഒരു യാഗം ആരംഭിച്ചു. ആ സമയത്ത് ഇന്ദ്രനാൽ അംബരീഷൻ്റെ യാഗപശു അപഹരിക്കപ്പെട്ടു. അതിനെ ഉടനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന വിപ്രോക്തി കേട്ട രാജാവ് അതിനെ അന്വേഷിച്ചിട്ടായി പുറപ്പെട്ടു. അദ്ദേഹം എത്തപ്പെട്ടത് ഭാര്യാപുത്രാദികളോടുകൂടി ഋചികൻ എന്ന മുനി താമസിച്ചിരുന്ന ഭൃഗുതുംഗം എന്ന സ്ഥലത്തെത്തി. അങ്ങനെ അംബരീഷൻ ഋചികനെ വന്ദിച്ച ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രനെ യാഗപശുവായിട്ട് കൊടുക്കുകയാണെങ്കിൽ 1,00,000 പശുക്കളെ പ്രതിഫലമായിട്ട് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അത് കേട്ടിട്ട് തൻ്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രനെ താൻ ഒരു കാരണവശാലും അപ്രകാരം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഋചിക പത്നിയാവട്ടെ കനിഷ്ഠപുത്രനെ താനും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ടിട്ട് നടുവിലുള്ള, അതായത് മധ്യമപുത്രനായ ശുനശേഫൻ പറഞ്ഞു, ജ്യേഷ്ഠനെ വിൽക്കില്ല എന്ന് അച്ഛനും ചെറിയ മകനെ കനിഷ്ഠപുത്രനെ വിൽക്കില്ല എന്ന് അമ്മയും പറഞ്ഞുവല്ലോ. അപ്പോൾ വിൽക്കപ്പെടാൻ അർഹനായ മധ്യമപുത്രനായ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അനന്തരം ഈ രാജാവ് എന്തു ചെയ്തു? ധാരാളം സ്വർണവും രത്നങ്ങളും 100,000 പശുക്കളെയും കൊടുത്തിട്ട് ഈ ശുനശേഫനെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് രഥത്തിൽ കയറി അദ്ദേഹം തിരികെ പോയി. യാത്രക്കിടയിൽ അദ്ദേഹം മധ്യാഹ്ന സമയത്ത് പുഷ്കരത്തിലെത്തിയിട്ട് സ്വല്പസമയം ഒന്ന് വിശ്രമിക്കേണ്ടായി. ആ സമയത്ത് ഈ ശൂനശേഫൻ തൻ്റെ മാതുലനായ വിശ്വാമിത്ര മുനി തപസ് ചെയ്യുന്നതായി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിൽ ചെന്ന് വീണുകൊണ്ട് വിഷമത്തോടുകൂടി പറഞ്ഞു, എനിക്ക് അച്ഛനോ അമ്മയോ ബന്ധുജനങ്ങളോ ഇല്ല.
എല്ലാവരുടെയും രക്ഷിതാവായ അങ്ങ് എന്നെ രക്ഷിക്കണം. രാജാവിൻ്റെ കാര്യം നിർവിഘ്നം നടക്കണം. എനിക്ക് മരണം സംഭവിക്കുകയും അരുത്. അച്ഛൻ പുത്രനെ എന്ന പോലെ അനാഥനായ എന്നെ അങ്ങ് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ ദയനീയമായ പ്രാർത്ഥന കേട്ട് വിശ്വാമിത്ര മുനി പറഞ്ഞു തൻ്റെ മക്കളെ വിളിച്ച്, നിങ്ങളെല്ലാവരും ധർമ്മിഷ്ഠന്മാരും സുഹൃതകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധയുള്ളവരുമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ഈ ശുനശേഫൻ രക്ഷപ്പെടണം. അംബരീക്ഷൻ്റെ യജ്ഞം നിർവിഘ്നം നടത്തുകയും വേണം. വിശ്വാമിത്ര മുനിയുടെ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു, അച്ഛാ, പിതാവേ, സ്വന്തം പുത്രന്മാരെ ബലി കൊടുത്തിട്ട് ആരെങ്കിലും അന്യൻ്റെ പുത്രനെ രക്ഷിക്കുക പതിവുണ്ടോ? ഇത് വേണ്ടാത്തൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ തൻ്റെ മക്കൾ പറഞ്ഞത് കേട്ട് വിശ്വാമിത്ര മുനി കോപാവേശിതനാവുകയും വസിഷ്ഠപുത്രന്മാരെ പോലെ ശുമാംസഭക്ഷികളായിട്ട് 1000 വർഷങ്ങൾ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരാവട്ടെ എന്ന് സ്വന്തം മക്കളെ ശപിച്ചു. അതിൽ പിന്നെയാണ് അദ്ദേഹം ഈ ശുനശേഫനോട് പറഞ്ഞത്, പവിത്രമായ പാശങ്ങളാൽ ബദ്ധനായി രക്തചന്ദനം, രക്തമാലിന്യങ്ങൾ എന്നിവ ധരിച്ച് വൈഷ്ണവയൂപത്തെ പ്രാപിക്കപ്പെട്ടിട്ട് ഞാൻ പറയുന്ന ഈ 2 ദിവ്യഗാഥകളെ ഉച്ചരിക്കുക, എന്നാൽ എല്ലാം മംഗളമായി ഭവിക്കും. അങ്ങനെ ഈ ശുനശേഫൻ എന്ത് ചെയ്തു? ആ 2 ഗാഥകളും മനസ്സിലാക്കിയിട്ട് അംബരീഷൻ്റെ സമീപത്ത് ചെന്ന് വേഗത്തിൽ പോയി യജ്ഞം നിർവഹിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അപ്രകാരം അദ്ദേഹം യജ്ഞവാടത്തിലേക്ക് തിരിച്ചു ചെന്ന് യാഗദീക്ഷ ചെയ്ത് ഈ ശുനശേഫനെ രക്തമാല്യാംബരങ്ങൾ അണിയിച്ച് യൂപത്തിൽ ബന്ധിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് എന്തു ചെയ്തു? 2 ഗാഥകൾ ചൊല്ലി ഇന്ദ്രനെയും ഇന്ദ്രാനുജനെയും സ്തുതിച്ചു. രഹസ്യമായ സ്തുതിയിൽ സന്തുഷ്ടനായ സഹസ്രാക്ഷൻ അതീവ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ശുനശേഫന് ദീർഘായുസ് അനുഗ്രഹിച്ചു. അംബരീഷൻ യജ്ഞം സമാപിപ്പിച്ചു. ഇന്ദ്രൻ്റെ പ്രസാദം കാരണമായിട്ട് അംബരീഷന് യജ്ഞഫലം സിദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ശുനശേഫൻ കാരണമായിട്ട് വിശ്വാമിത്രൻ്റെ ആ തപസ്സിന് 2ാമത്തെ ഭംഗം സംഭവിച്ചുവല്ലോ. എന്നാൽ അദ്ദേഹം എന്തു ചെയ്തു? വീണ്ടും തൻ്റെ തപസ് ആരംഭിച്ചു. 1000 വർഷക്കാലം ആ ഒരു തപസ് തുടർന്നു പോവുകയും ആ അവസരത്തിൽ ബ്രഹ്മാവും ദേവന്മാരും അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഋഷി എന്ന പദവിക്ക് അർഹനായി കഴിഞ്ഞുവെന്ന് പറയുകയും ചെയ്തു. രാജർഷിയിൽ നിന്ന് ഋഷി എന്ന പദവിക്ക് അർഹനായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടും തൃപ്തനാവാതെ ബ്രഹ്മർഷി പദലബ്ധിക്കായിട്ട് അദ്ദേഹം വീണ്ടും എന്തു ചെയ്തു? തൻ്റെ തപസ് തുടർന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മേനക എന്ന അപ്സര സ്ത്രീ പുഷ്കര തീർത്ഥത്തിൽ വന്ന് കുളിക്കുന്നത് വിശ്വാമിത്രൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവളുടെ ആ രൂപലാവണ്യത്താൽ ആകൃഷ്ടനായ ഇദ്ദേഹം എന്തു ചെയ്തു? അവളുടെ സമീപത്ത് ചെന്ന് അവളെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് 10 വർഷക്കാലം അവരവിടെ താമസിച്ചു, ദമ്പതികളെ പോലെ. ആ അവസരത്തിലായിരുന്നു മേനക വിശ്വാമിത്രനിൽ നിന്ന് ഗർഭം ധരിച്ചതും ശകുന്തള ജന്മമെടുത്തതും. തൻ്റെ തപസ്സിന് വിഘ്നം സംഭവിച്ചിരിക്കുന്നുവെന്നും ഇങ്ങനെയായാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കില്ല എന്നും പെട്ടെന്ന് ചിന്തിച്ച് അദ്ദേഹം എന്തു ചെയ്തു? മേനകയെ നല്ല വാക്കു പറഞ്ഞയച്ചിട്ട് ഉത്തരദിക്കിലുള്ള പർവ്വതത്തിലേക്ക് ചെന്ന് കൗശികി നദിയുടെ തീരത്തിരുന്ന് അദ്ദേഹം വീണ്ടും ദുഷ്കരമായ തപസ് ആരംഭിച്ചു. അങ്ങനെ വീണ്ടും ഒരു 1000 വർഷക്കാലം അങ്ങനെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു തപശക്തി കണ്ട് ദേവതകൾക്ക് ഭയം തുടങ്ങി. അവരെന്ത് ചെയ്തു? ബ്രഹ്മദേവനെ സമീപിക്കുകയും വിശ്വാമിത്രന് മഹർഷി എന്ന സ്ഥാനം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്രകാരം ബ്രഹ്മാവ് ദേവന്മാരോടും ഋഷിമാരോടും കൂടിയിട്ട് വിശ്വാമിത്രൻ്റെ സമീപത്തെത്തിയിട്ട് അദ്ദേഹത്തെ മഹർഷി എന്ന് സംബോധനം ചെയ്ത് അദ്ദേഹം ആ ശബ്ദത്തിന് അർഹനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് വിശ്വാമിത്ര മുനി കണ്ണു തുറക്കുകയും ബ്രഹ്മാവിനെ വന്ദിക്കുകയും എപ്പോഴാണ് താൻ ബ്രഹ്മർഷിയാവുന്നത് അതുവരെ തപസ് ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് സത്യലോകത്തിലേക്ക് തിരികെയും പോയി. പിന്നീടുള്ള വിശ്വാമിത്രൻ്റെ തപസ് കൂടുതൽ കഠിനമായിരുന്നു. അദ്ദേഹം ഭൂമി സ്പർശിക്കാതെ ബാഹുക്കൾ മുകളിലേക്ക് പിടിച്ച് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് പിന്നീട് തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങിയത്. ഉഷ്ണകാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലും വർഷത്തിൽ ആകാശത്തിന് കീഴിലും ശിശിരകാലത്തിൽ ജലത്തിൽ ശയിച്ചുകൊണ്ടും ആ തപോധനൻ സഹസ്രവർഷക്കാലം തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തപസ്സിന് കാഠിന്യം കൂടുന്തോറും ദേവേന്ദ്രനും ദേവകൾക്കും താപം കൂടിക്കൊണ്ടിരുന്നുവെത്രേ. അപ്പോൾ ഏതുവിധേനയും ഈ വിശ്വാമിത്രൻ്റെ തപസ്സിന് വിഘ്നം വരുത്തണമെന്ന് ചിന്തിച്ചിട്ട് ദേവേന്ദ്രൻ എന്തു ചെയ്തു? രംഭയെ വിളിച്ചിട്ട് അതിനായിട്ട് നിയോഗിച്ചു. എന്നാൽ വിശ്വാമിത്രനെ സമീപിച്ചാൽ തനിക്ക് ശാപമായിരിക്കും ഫലമെന്ന് പറഞ്ഞു. പക്ഷേ ദേവേന്ദ്രൻ അവളുടെ ആ വാക്കിനെ അംഗീകരിച്ചില്ല. ഒന്നും ഭയപ്പെടാതെ മഹർഷിയെ സമീപിക്കുവാൻ ഇന്ദ്രൻ അവളോട് പറഞ്ഞു. താൻ കാമദേവനും ഒരുമിച്ച് കൂടെ ഉണ്ടെന്നും അവൾ
അവളുടെ രൂപസൗന്ദര്യം പ്രദർശിപ്പിച്ചാൽ മാത്രം മതിയെന്നും പറഞ്ഞ് ഇന്ദ്രൻ രംഭയെ പറഞ്ഞയച്ചു വിശ്വാമിത്രൻ്റെ അരികത്തേക്ക്. രംഭ സമീപത്തെത്തുകയും കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയും മറ്റും ചെയ്തപ്പോൾ വിശ്വാമിത്രന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. തന്നെ മോഹിപ്പിച്ച് തപോഭംഗം വരുത്തുവാനായിട്ടാണ് അവൾ പുറപ്പെട്ടിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി അദ്ദേഹം ദേഷ്യത്തോടു കൂടിയിട്ട് അവളെ എന്തു ചെയ്തു? ഈ കാമക്രോധാദികളെ വെല്ലുവാൻ ഇച്ഛിക്കുന്ന എന്നെ പ്രലോഭിപ്പിക്കുവാൻ ഒരുങ്ങുന്ന നീ 100,000 വർഷക്കാലം ശിലാരൂപിണിയായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞ് ശപിച്ചു. ശാപഫലമായിട്ട് രംഭ ശിലാരൂപിണിയായി തീർന്നു. അങ്ങനെ തപസ്സിൻ്റെ ഫലം നഷ്ടമാവുന്ന ക്രോധത്തിന് വശംവദനാവുകയില്ല എന്നും ഒന്നും സംസാരിക്കുകയില്ല എന്നും 100 സംവത്സരക്കാലം ശ്വാസം പോലും കഴിക്കുകയില്ല എന്നുമുള്ള ദൃഢമായ നിശ്ചയത്തോടു കൂടിയിട്ട് ബ്രഹ്മർഷി പദം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാമിത്രൻ വീണ്ടും തപസ് ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് പൂർവ്വദിക്കിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് സുധാരുണമായ തപസ് ആരംഭിച്ചു അദ്ദേഹം. സഹസ്രാബ്ദകാലത്തെ തപസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹം വിറകുകൊള്ളി പോലെ ആയിത്തീർന്നു. 1000 സംവത്സര കാലത്തെ തപസ് പൂർണ്ണമായപ്പോഴോ അദ്ദേഹം അന്നാഹാരം കഴിക്കുവാനായിട്ട് പുറപ്പെട്ടു. ആ അവസരത്തിൽ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്ന് അദ്ദേഹത്തിനോട് അന്നം യാചിച്ചു. അദ്ദേഹം ആവട്ടെ ആ അന്നം മുഴുവനും ആ ബ്രാഹ്മണന് നൽകി. ഒന്നും പറഞ്ഞതുമില്ല. വീണ്ടും മൗനവ്രതത്തോടും നിരാഹാരനായും അദ്ദേഹം വീണ്ടും 1000 സംവത്സരക്കാലം തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്നും പുക ഉയരുവാൻ തുടങ്ങിയപ്പോൾ 3 ലോകങ്ങളും തപിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ തപോബലത്താൽ ശോഭ നഷ്ടപ്പെട്ടവരായ ദേവർഷി, ഗന്ധർവ, പന്നഘോര രാക്ഷസവർഗങ്ങൾ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിട്ട് വിശ്വാമിത്രൻ്റെ അഭിമതം സാധിപ്പിച്ചില്ലെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചില്ല എങ്കിൽ ത്രൈലോക്യനാശമായിരിക്കും സംഭവിക്കുക എന്ന് പറയേണ്ടായി. അങ്ങനെ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? ദേവന്മാരോടൊന്നിച്ചിട്ട് വിശ്വാമിത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി മധുരമായ സ്വരത്തിൽ വിളിച്ചു, കൗശിക, ഭവാൻ തപസ്സുകൊണ്ട് ബ്രഹ്മർഷിയായി തീർന്നിരിക്കുന്നു. ഭവാന് ദീർഘായുസ്സും തന്നിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട വിശ്വാമിത്രൻ കൃതകൃത്യനായ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ വന്ദിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബ്രാഹ്മണ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓംകാരവും വഷട്കാരവും വേദങ്ങളും എന്നെ വരിക്കട്ടെ. ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ ആ കാര്യം പറയുകയും ചെയ്യട്ടെ. അനന്തരം ദേവന്മാർ വസിഷ്ഠമുനിയെ സമീപിച്ചിട്ട് പ്രസാദിപ്പിക്കുകയും വിശ്വാമിത്രൻ്റെ ബ്രാഹ്മണ്യം അദ്ദേഹം അംഗീകരിച്ചുവെന്ന് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രസന്നനായ വസിഷ്ഠമുനി വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങ് ബ്രഹ്മർഷിയായി എന്നത് സംശയമറ്റ സംഗതിയാണ്. അങ്ങനെ എല്ലാ ദേവന്മാരും അപ്രകാരം തന്നെ പറഞ്ഞ് യഥാസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മർഷി പദവി ലഭിച്ച വിശ്വാമിത്രൻ വസിഷ്ഠമുനിയെ പിന്നീട് യഥാവിധി പൂജിച്ചു. ഭഗീരഥനെ പോലെ തൻ്റെ കാര്യസാധ്യത്തിന് വിഘ്നങ്ങളായി വന്ന എല്ലാത്തിനെയും തട്ടിമാറ്റി സ്വന്തം തപോബലം കൊണ്ട് മഹർഷി, അതായത് ബ്രഹ്മർഷിയായി മാറിയ വിശ്വാമിത്രൻ അതീവ പൂജ്യനായൊരു മഹർഷിവര്യൻ തന്നെയാണ്. എല്ലാ മന്ത്രങ്ങളിലും വെച്ച് പരമ പ്രാമാണിസ്ഥാനം വഹിക്കുന്ന ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷിയാണ് വിശ്വാമിത്ര മുനി എന്ന സത്യം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ തെളിവ് തന്നെയാണ്. ഒരിക്കൽ വിശ്വാമിത്ര മുനി ദശരഥ മഹാരാജാവിനെ സന്ദർശിക്കുവാനായിട്ട് അയോധ്യയിലേക്ക് ചെല്ലേണ്ടായി. അപ്പോൾ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് അർഘ്യപാത്യാദികളെല്ലാം സമർപ്പിച്ചിട്ട് സൽക്കരിച്ചിട്ട് എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ചോദിക്കേണ്ടായി. താൻ നടത്തി വരുന്ന യജ്ഞത്തിന് മാരീചൻ, സുബാഹു എന്ന രാക്ഷസന്മാർ വിഘ്നം വരുത്തുന്നുവെന്നും അവരെ വധിച്ച് യജ്ഞം രക്ഷിക്കുന്നതിനായിട്ട് രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്നുമായിരുന്നു വിശ്വാമിത്രൻ്റെ മറുപടി. എന്നാൽ അതീവ ബാലന്മാരും തൻ്റെ ജീവന് തുല്യരുമായ അവരെ ആ രാക്ഷസ നിഗ്രഹത്തിനായിട്ട് അയക്കുവാൻ ദശരഥ മഹാരാജാവിന് മനസ്സ് വന്നില്ല. ആ സമയത്ത് വിശ്വാമിത്ര മുനിക്ക് ക്രോധം വന്നു, ദേഷ്യം വന്നു. കാര്യം സാധിപ്പിക്കാമെന്ന് ആദ്യം വാക്കു തന്നിട്ട് പിന്നീടത് നിരാകരിക്കുന്നത് ഈ രഘുവംശത്തിൽ പിറന്നവർക്ക് യോജിച്ചതല്ല എന്നും താൻ വന്ന പോലെ തിരിച്ചു പോയിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് കൗശികൻ, അതായത് വിശ്വാമിത്ര മുനി തിരിച്ചു പോവാൻ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കോപം കണ്ടിട്ട് ദേവന്മാർ പോലും അപ്പോൾ ഭയപ്പെട്ടു എത്രേ. ഭൂമി പോലും വിറച്ചു നിന്നു ആ സമയത്ത്. അപ്പോഴാണ് വസിഷ്ഠമുനി ഈ ദശരഥ മഹാരാജാവിനെ വിളിച്ചിട്ട് യാതൊരു സംശയവും വേണ്ട, ബാലന്മാരെ അയച്ചുകൊള്ളൂ വിശ്വാമിത്ര മുനിയുടെ ഒപ്പം എന്ന് പറഞ്ഞു. അപ്രകാരം ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മുനിയുടെ കൂടെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. വിശ്വാമിത്ര മുനിയെ
അനുഗമിച്ചു പോകുന്ന രാമലക്ഷ്മണന്മാർക്ക് അദ്ദേഹം ക്ഷുത്പിപാസാദികൾ ഇല്ലാതിരിക്കുവാനായിട്ട് ബല, അതിബല എന്നിങ്ങനെയുള്ള 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു, അവർക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ. അതിൽ പിന്നെയാണ് ശ്രീരാമസ്വാമി താടകാവധം, വിശ്വാമിത്ര മുനിയുടെ യജ്ഞരക്ഷ, അഹല്യ ശാപമോക്ഷം എന്നിവയെല്ലാം നിർവഹിച്ചത്. വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാർക്ക് അനേകം ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നീട് രാമലക്ഷ്മണന്മാരെയും കൂട്ടിയിട്ട് വിശ്വാമിത്ര മുനി മിഥിലയിലേക്ക് പോയി ജനകന് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ശ്രീരാമന് ശൈവചാപത്തെക്കുറിച്ചിട്ട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തത് വിശ്വാമിത്ര മുനിയായിരുന്നു. അതിൽ പിന്നെയാണ് സീതാസ്വയംവരവും മറ്റും നടന്നത്. ഇതിൻ്റെ എല്ലാം സൂത്രധാരനായി നിന്നത് വിശ്വാമിത്ര മുനി തന്നെയായിരുന്നു. വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷിമാരിൽ വിശ്വാമിത്ര മുനിയും ഉൾപ്പെടുന്നുണ്ട്. ഇനി ജരൽക്കാരു മഹർഷിയുടെ കഥയുമായിട്ട് വീണ്ടും കാണാം.